പ്രിയ പ്രേക്ഷകരെ നമസ്തേ. ഇവിടെ ശ്രീ വേദവ്യാസനാൽ വിരചിതമായ ഭഗവത്ഗീതയിലെ സാഖ്യയോഗത്തിലെ 64-ാമത്തെ ശ്ലോകമാണ് നാം ചർച്ച ചെയ്യുന്നത്. രാഗദ്വേഷവിയുക്തൈസ്തു വിഷയാനിന്ദ്രിയൈശ്ചരൻ ആത്മവശ്യൈർവിധേയാത്മാ പ്രസാദമധിഗച്ഛതി. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. രാഗദ്വേഷവിയുക്തൈഹി തു വിഷയാൻ ഇന്ദ്രിയൈഹി ചരൻ ആത്മവശ്യേഹി വിധേയാത്മാ പ്രസാദം അധിഗച്ഛതി. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ അന്വയമാണ് നാം ചർച്ച ചെയ്യുന്നത്. വിധേയാത്മാ രാഗദ്വേഷവിയുക്തൈഹി ആത്മവശ്യൈഹി ഇന്ദ്രിയൈഹി വിഷയാൻ ചരന്തു പ്രസാദം അധിഗച്ഛതി. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ സാരാംശം പ്രേക്ഷകർ ശ്രദ്ധിക്കുക. മനസ്സിനെ നിയന്ത്രിച്ച് ജിതേന്ദ്രിയനായവൻ രാഗദ്വേഷങ്ങൾ ഇല്ലാത്തവയും തനിക്ക് സ്വാധീനങ്ങളുമായിരിക്കുന്ന ഇന്ദ്രിയങ്ങളെ കൊണ്ട് വിഷയങ്ങളെ അനുഭവിക്കുന്നവനായാലും ശാന്തിയെ പ്രാപിക്കുന്നു. ബാഹ്യ വിഷയങ്ങളോടുള്ള രാഗദ്വേഷങ്ങൾ മൂലമാണ് മനസ്സ് മലിനപ്പെടുന്നതെന്ന് കൃഷ്ണൻ ഇവിടെ അർജുനനെ ഉപദേശിക്കുന്നു. നമസ്തേ.